തൃശൂർ പൂരക്കഥകളിലും തൃശൂരിന്റെ ആനക്കഥകളിലും താരമാണ് ചെങ്ങല്ലൂർ രംഗനാഥൻ. 108 വർഷങ്ങൾക്ക് മുൻപ് ചെരിഞ്ഞ രംഗനാഥന്റെ ഗാംഭീര്യം അറിയണമെങ്കിൽ തൃശൂരിലെ മ്യൂസിയത്തിൽ വന്നാൽ മതി. തൃശൂർ പൂരത്തിൽ ഉൾപ്പെടെ എഴുന്നള്ളിച്ച് കേരളത്തിലെ നാട്ടാന പ്രമാണിയായി മാറിയ രംഗനാഥൻ ചെരിഞ്ഞത് 1917 തൃശൂരിലെ മ്യൂസിയത്തിൽ വന്നാൽ ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന ഭീമാകാരനായ കൊമ്പന്റെ അസ്ഥികൂടം കാണാം. തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിലേക്ക് കാവേരിയാറ്റിൽ നിന്നും അഭിഷേക ജലം കൊണ്ടുവന്നിരുന്ന രംഗനാഥനെ 1905 അന്തിക്കാട് ചെങ്ങല്ലൂർ മനക്കാരാണ് 5000 രൂപയ്ക്ക് വാങ്ങി കേരളത്തിൽ എത്തിച്ചത്. 11 അടി 4 ഇഞ്ച് ഉയരമുണ്ടായിരുന്നു ഈ കൊമ്പനെ. ആറാട്ടുപുഴ പൂരത്തിനിടെ കൂട്ടാനയുടെ കുത്തേറ്റാണ് രംഗനാഥൻ ചെരിഞ്ഞത്. വലിപ്പത്തിൽ വമ്പനായ രംഗനാഥന്റെ അസ്ഥിപഞ്ജരം സൂക്ഷിക്കണമെന്ന് അന്നത്തെ റെസിഡന്റ് കമ്മീഷണർ തീരുമാനിക്കുകയായിരുന്നു. വീണ്ടും ഒരു പൂരക്കാലത്ത് രംഗനാഥൻ നിറയുന്നുണ്ട് തൃശൂരിലെ ആനക്കഥകളിൽ. ശ്രീരംഗത്ത് നിന്നും എത്തിച്ച രംഗനാഥൻ 12 വർഷക്കാലമാണ് തൃശൂരിലുണ്ടായിരുന്നത്. ഇക്കാലയളവിലൊന്നും ഒരു ആക്രമണവും ഈ കൊമ്പൻ നടത്തിയിട്ടില്ലെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. 1917 ചെരിഞ്ഞ രംഗനാഥന്റെ വേർപാടിനെ ഇക്കൊല്ലം 108 വർഷം തികയുകയാണ്.